വീട്ടിൽ വരുന്നവർക്ക് വയറുനിറയെ ആഹാരം കഴിപ്പിച്ചു വിടുന്ന ശീലവും നീലം ശർമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അന്നം വിളമ്പിയ കൈക്ക് തന്നെ കൊത്തി കൂടെ നിന്ന് ചതിക്കുന്നവനാണ് ഒപ്പമുള്ളതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. വർഷം 2014 ഫെബ്രുവരി 20 ഫിറോസാബാദിലുള്ള തന്റെ ബന്ധുവീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു. ഒരു ഫാമിലി ഫംഗ്ഷൻ. പുലർച്ചെ അവിടേക്ക് എത്തിയതാണ് വിശ്വം ശർമ്മയും അയാളുടെ 2 മക്കളും. പ്രായമായ അച്ഛൻ രോഗശയ്യയിലായതിനാൽ ഭാര്യ നീലം ശർമ്മ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നില്ല. ഇരുവരും വീട്ടിൽ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധുവീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം അർദ്ധരാത്രിയോടെയാണ് വിശ്വം ശർമ്മയും മക്കളും വീട്ടിലേക്ക് എത്തിയത്. മുൻഭാഗത്തുള്ള വാതിൽ അയാൾ മുട്ടി. പക്ഷെ വാതിൽ തുറന്ന അവസ്ഥയിലായിരുന്നു. അകത്തേക്ക് എത്തിയപ്പോൾ മുറിയിലാകെ ഇരുട്ട് നിറഞ്ഞിരുന്നു. ഉടൻ തന്നെ അയാൾ ലൈറ്റ് ഇട്ട് നോക്കി. മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അയാൾ പരിഭ്രമിച്ചു പോയി. തൊട്ടടുത്തായി തന്റെ വളർത്തുനായ കുത്തേറ്റ നിലയിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് അയാൾ ഭയന്നു. വീട്ടിലാരോ കയറിയിട്ടുണ്ട്. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി. തൊട്ടടുത്തുള്ള മുറിയിലുണ്ടായിരുന്ന അയാളുടെ അച്ഛന്റെ മുറി പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് തുറന്നു നോക്കിയപ്പോൾ അച്ഛൻ ആനന്ദ് ശർമ്മ നല്ല ഉറക്കത്തിലാണ്. അയാൾക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. തന്റെ ഭാര്യയെ അയാൾ ഉറക്ക വിളിച്ചുകൊണ്ട് അയാളുടെ ബെഡ്റൂമിലേക്ക് കുതിച്ചു. പ്രതികരണമൊന്നും ഇല്ലാത്തതിനാൽ തന്റെ ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ഭയപ്പാടോടെയാണ് അയാൾ കിടപ്പുമുറിയിലേക്ക് കടന്നു ചെന്നത്. അവിടെ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. രക്തത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു നീലം ശർമ്മ. ശരീരത്തിലാകെ കത്തി കുത്തി ഇറക്കിയിരിക്കുന്നു. നിസ്സഹായരായ മക്കൾ മരണപ്പെട്ട് കിടക്കുന്ന തന്റെ അമ്മയുടെ ജഡത്തിന് മുന്നിലിരുന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി.